സമയത്താണ് ഈ നടിയെ ആക്രമിക്കുന്നതിന് ബന്ധപ്പെട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതും ഇദ്ദേഹത്തെ കുരുക്കുന്നതും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് ദിലീപിനെതിരെ നിന്ന ഒരു വശത്ത് നിന്ന് ആളുകളെ ശ്രദ്ധിച്ച് നോക്കണം. മലയാളത്തിലെ മാധ്യമങ്ങൾ അവരായിരുന്നു ഏറ്റവും കൂടുതൽ ദിലീപിനെ ആക്രമിച്ച് എന്തോ പകയോടുകൂടി പുള്ളിയെ ശിക്ഷിച്ച് അടങ്ങും, ജയിലിൽ കയറ്റി അടങ്ങണമെന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഇടപെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് മലയാളത്തിലെ മാധ്യമങ്ങളായിരുന്നു. രണ്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള മട്ടാഞ്ചേരി മാഫിയ അവർ പിന്നിന്ന് കളിച്ചു, ഈ ആളുകളെയൊക്കെ മുമ്പോട്ടിറക്കി പിന്നിന്ന് കളിച്ചു. ദിലീപിനെ അന്ന് ന്യായീകരിച്ചുകൊണ്ട് വന്ന സിനിമാക്കാരെയല്ല ഈ മാധ്യമങ്ങൾ പിന്നീട് അപമാനിക്കുകയാണ് ചെയ്തത്. അതായത് സഹപ്രവർത്തകനെ ന്യായീകരിക്കാൻ വന്നവരെല്ലാം ഇവർ നന്നായി അവഹേളിച്ചു. അങ്ങനെ ആരും പുറമേ വരാതായി. സ്വാഭാവികമായിട്ട് സിനിമാ മേഖലയിൽ ഇദ്ദേഹം ഒറ്റപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരാതായി, ഇടയ്ക്ക് കേസുമായി, ജയിലായി, ജാമ്യമായി, ഇങ്ങനെ കുറേ സംഭവം നടന്നങ്ങ് പോയി. പിന്നീടാണ് ഈ മട്ടാഞ്ചേരി മാഫിയ മലയാള സിനിമയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി വരുന്നത്. അതിനുശേഷമുള്ള ചിത്രങ്ങൾ പരിശോധിച്ച് നമുക്ക് വേണമെങ്കിൽ മലയാള സിനിമ കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിക്കാം. ദിലീപിൻ്റെ കാലഘട്ടവും ദിലീപ് അകത്തതിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.